ഈ സ്വിമ്മിംഗ് പൂൾ താൽക്കാലികമായി ഉണ്ടാക്കിയ സ്വിമ്മിംഗ് പൂളിനകത്തുനിന്ന് വെള്ളം വണ്ടിക്കകത്തേക്ക് തന്നെ ലീക്കായി വാഹനത്തിൻ്റെ ഡോർ ഉൾപ്പെടെയുള്ള എൻജിൻ കമ്പാർട്ട്മെൻറ്റിനകത്തുൾപ്പെടെയുള്ള പല സാധനത്തേക്കും വെള്ളം എത്തി. ആ സമയത്ത് ഇവർ ഭയപ്പെടുകയും റോഡിലേക്ക് ഇവരുടെ ഡോർ തുറന്ന് ഈ താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന പൂളിൽ ഉള്ള വെള്ളം റോഡിലേക്ക് തുറന്നു വിട്ടു. ഈ റോഡിലേക്ക് തുറന്നു വിട്ടപ്പോൾ റോഡിൽ മറ്റ് മോട്ടോർ സൈക്കിളുകാർ അതുപോലെയുള്ള മറ്റ് കാറുകാർ ഒക്കെയുള്ള റോഡ് ഉപഭോക്താക്കൾ, റോഡ് ഉപയോഗിക്കുന്ന മറ്റ് യാത്രക്കാരുണ്ടായിരുന്നു. അവരുടെ എല്ലാം സുരക്ഷിതത്തെ ഗുരുതരമായി ബാധിക്കത്തക്ക രൂപത്തിലാണ് ഈ വെള്ളം തുറന്നു വിട്ടത്. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായിട്ട്. രഘു, യൂട്യൂബിൽ വൈറലാകാൻ റീച്ച് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ കാണുന്നതൊക്കെയും, അതിനുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി എങ്ങനെയാണ്? ടെക്കി സഞ്ജുവിനും വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് 3 പേർക്കും 3-4 ശിക്ഷാ നടപടികളാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്നത്. അതിലൊന്ന്, ഒരാഴ്ചക്കാലം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആതുര സേവനം ചെയ്യണം. പ്രത്യേകിച്ച് ഓർത്തോ വാർഡിൽ, അപകടമുണ്ടായി വരുന്ന ഓർത്തോ വാർഡിലാണ് സേവനം നടത്തേണ്ടത്. ഒപ്പം തന്നെ ഒരാഴ്ചക്കാലം മോട്ടോർ വാഹന വകുപ്പിന്റെ പഠന ക്ലാസ്സിലും ഇരിക്കണം. യൂട്യൂബിൽ ഇത്തരത്തിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഒരുപക്ഷെ പണം നേടിക്കൊടുക്കാം, പക്ഷേ ആളുകൾക്ക് വലിയ അപകടമായിരിക്കും ഉണ്ടാവുക. ഈ RTO തന്നെ പറയുന്നുണ്ട്, ഈ വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ഈ വാഹനത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ് ചെയ്തത്. ആ ഒഴുകി ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ഒരുപക്ഷെ കാറിലൊക്കെ പോകുന്ന ആളുകൾ ഒരുപക്ഷെ തെന്നി വീഴാം, അപകടമുണ്ടാകാം. ഒപ്പം തന്നെ ഈ വാഹനം ഒരുപക്ഷെ എന്തെങ്കിലും വാഹനത്തിന് കേടുപാടുകൾ പറ്റാനൊക്കെയുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവണത, പ്രത്യേകിച്ച് ഈ യൂട്യൂബർമാർ ഇത്തരത്തിൽ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാറൊക്കെ ഉപയോഗിച്ച് വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ വേണ്ടിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഈ സഞ്ജു ടെക്കിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും നിലവിലുള്ളത് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയുടെ അടുത്താണ്. എൻഫോഴ്സ്മെന്റ് RTO ഇവരുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. വാഹനത്തിന്റെ പെർമിറ്റ്, RC ബുക്ക് റദ്ദാക്കാൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വാഹനം ഓടിച്ച ആളുടെ ലൈസൻസും 1 വർഷക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യും. രഘു, ഇവരൊക്കെ എന്തുണ്ടെങ്കിലും അത് വീഡിയോ എടുക്കുകയും യൂട്യൂബിലിടുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ സാമൂഹ്യ സേവനം ചെയ്യാൻ പോവുകയാണ്. ആ വീഡിയോ ഇനി യൂട്യൂബിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അത് ചെയ്യുകയാണെങ്കിൽ നല്ലതുമായിരിക്കും. ഉറപ്പായും പ്രതീക്ഷിക്കുക. എന്ന് മാത്രമല്ല, ഇവരിപ്പോൾ ഒരുപക്ഷെ RTO ഓഫീസിലേക്ക് വന്നത്, ഇവർ RTOയോട് സംസാരിക്കുന്നത്, മാധ്യമപ്രവർത്തകർ ഇത് ഷൂട്ട് ചെയ്യുന്നത്, RTOയുടെ വാർത്താ സമ്മേളനം, RTOയായിട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത്, ഇതൊക്കെ അധികം വൈകാതെ തന്നെ യൂട്യൂബിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ RTOയെയും മാധ്യമപ്രവർത്തകരെയും ഒക്കെ അസഭ്യം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആയിരിക്കും വരിക. അതിന് കൂടുതൽ റീച്ച് കിട്ടുമെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം, പണവും കിട്ടും. എന്തായാലും യൂട്യൂബിനെ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ അറിയിക്കാനുള്ള ഒരു തീരുമാനമാണ് മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നത്. കാരണം ഇത്തരത്തിൽ മോട്ടോർ വാഹനം ഉപയോഗിച്ച് നിരന്തരമായി നിയമലംഘനങ്ങൾ നടത്തുകയും അത് യൂട്യൂബിലിട്ട് വരുമാനം നേടുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ. ഇവർക്കെതിരെ പലപ്പോഴും നമ്മുടെ നിയമത്തിന്റെയൊക്കെ ഒരു പോരായ്മയാണ്. പലപ്പോഴും ഇവർക്ക് ഒരുപക്ഷെ ലൈസൻസ് റദ്ദാക്കും, അല്ലെങ്കിൽ ഇവരുടെ RC ബുക്ക് റദ്ദാക്കും. അങ്ങനെയൊക്കെയുള്ള ഇവർക്ക് നടപ്പാക്കുന്ന ഈ ശിക്ഷാ നടപടി അതെന്തായാലും ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും റീച്ച് ഉണ്ടാകുമല്ലോ. അത് പോസിറ്റീവായിട്ട് ഉപകരിക്കുകയും ചെയ്യുമല്ലോ. പോസിറ്റീവായിട്ട് ഉപകരിക്കും. പക്ഷെ അവർ അതിൽ നിന്നൊരു പാഠം, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ബുള്ളറ്റിൽ ചോദിച്ചു, കഴിഞ്ഞ ദിവസം നമ്മൾ 4 കുട്ടികളെ കണ്ട അവർ ചെയ്ത അബദ്ധം തിരിച്ചറിയുകയും അവർ ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുമെന്നും അവർ ഈ തെറ്റ് ആവർത്തിക്കപ്പെടരുതെന്ന് അവർക്ക് പിന്നാലെ വരുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇത്തരം യൂട്യൂബർമാരൊന്നും ഒരിക്കലും അത്തരത്തിൽ ഒരു മാനസിക പരിവർത്തനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ പലപ്പോഴും പല യൂട്യൂബർമാരുടെയും ഇത്തരത്തിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള അവരുടെ യുദ്ധമൊക്കെ കണ്ടതാണ്. പലപ്പോഴും നിയമം, മോട്ടോർ വാഹനം അല്ലെങ്കിൽ നിയമത്തിന്റെ പക്ഷത്ത് ഇരിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും, എണ്ണത്തിൽ കുറവായിരിക്കും. ഇവരുടെ ഒരു മാസ് ഓഡിയൻസ് അല്ലെങ്കിൽ ഇവരുടെ ഒരു വീര ആരാധന മൂത്ത് ഇവരെ പിന്തുടരുന്ന ആളുകൾ ഇവർക്ക് വലിയ പിന്തുണ നൽകുകയും ഇവർക്ക് വലിയ വീരപരിവേഷം നൽകുകയും ഒക്കെ ചെയ്യുകയും ഇവർക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ വലിയ സൈബർ ബുള്ളിംഗ് നടത്തുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടെക്കി സഞ്ജു ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എടുത്ത ഏതെങ്കിലും നടപടികൾ കൊണ്ട് അദ്ദേഹം ഈ മോട്ടോർ വാഹനം ഉപയോഗിച്ചുകൊണ്ടുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പു പറയാനോ പ്രതീക്ഷിക്കാനോ കഴിയില്ല.